ഹലോ എവരിവൺ. ഇന്ന് ക്ലാസ് 9-ലെ ചാപ്റ്റർ 2 പോളിനോമിയൽസിലെ ഐഡൻറ്റിറ്റീസ് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം കൺഫ്യൂഷൻ മാറി കിട്ടും. ക്ലാസ് 9-ൽ പഠിക്കുന്ന 4 ഓൾജിബ്രൈക് ഐഡൻറ്റിറ്റീസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഐഡൻറ്റിറ്റി 5 എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 3 ടേം ആണ് വരുന്നത്. പിന്നെ പവർ വരുന്നത് നോക്കുക, സ്ക്വയർ ആണ്. അപ്പോൾ ഈ ലെഫ്റ്റിലുള്ളതാണ് ഫാക്ടർ ഫോം, റൈറ്റ് സൈഡിൽ വരുന്നത് എക്സ്പാൻഡഡ് ഫോം. ഇനി എക്സ്പാൻഡഡ് ഫോമിൽ എത്ര ടേം ഉണ്ടെന്ന് നോക്കാം. അവിടെ 6 ടേംസ് ആണുള്ളത്. പിന്നെ നമ്മുടെ ഫാക്ടർ ഫോമിലെ 3 ടേമിൻ്റെ സ്ക്വയർ ആണ് ആദ്യത്തെ 3 ടേം വരുന്നത്. പിന്നെ അവരുടെ പ്രോഡക്റ്റ്, രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു 2. ഇനി അടുത്തത് ഐഡൻറ്റിറ്റി 6. ഐഡൻറ്റിറ്റി 6-ൽ 2 ടേം എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് 2 ടേം ആണ് വരുന്നത്. ഇടയിലുള്ള സൈൻ പോസിറ്റീവ് ആണ്. പിന്നെ അവരുടെ പവർ 3 ആണ്. അപ്പോൾ ഇതും ഫാക്ടർ ഫോം ആണ് ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിൽ 2 എക്സ്പാൻഡഡ് ഫോം ഉണ്ട് ഇതിന്. അത് രണ്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. സംഭവം ഈ 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നുള്ള ഈ ബ്രാക്കറ്റില്ലേ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് 3x² y പ്ലസ് 3xy². ഇനി അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കാം. ഇനി ഐഡൻറ്റിറ്റി 7. ഐഡൻറ്റിറ്റി 7-ഉം ഐഡൻറ്റിറ്റി 6-ഉം തമ്മിൽ ആ കൂടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള സൈൻ നെഗറ്റീവ് ആണെന്നുള്ളതാണ്. പവർ 3 തന്നെയാണ്. അപ്പോൾ ഒരു സൈൻ നെഗറ്റീവ് ആവുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷനിൽ എന്തായിരിക്കും, കുറേ നെഗറ്റീവ് സൈൻസ് ഒക്കെ വരും. അപ്പോൾ അതും നോക്കി പഠിച്ചു വയ്ക്കാം. അടുത്തത് ഐഡൻറ്റിറ്റി 8 ആണ്. ഐഡൻറ്റിറ്റി 8-ൽ മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എക്സ്പാൻഡഡ് ഫോം കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പം ഒരു ഫാക്ടർ ചെറുതാണ്, പക്ഷേ മറ്റേ ഫാക്ടർ വളരെ നീളമുള്ളതാണ്. അപ്പോൾ ഇത് ക്യൂബൊക്കെ വരുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം നിങ്ങൾ ഒരു 5 തവണ എഴുതി പഠിച്ച് വയ്ക്കുക. എല്ലാ ദിവസവും എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് അതിലൊരു തെറ്റും ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്രോബ്ലം നമ്മൾ പിന്നീട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ -2x + 3y + 2z ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ 3 ടേം ആണ് വരുന്നത്. ഇനി പവർ വരുന്നത് സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും ഉള്ളത്? ഓരോ ഐഡൻറ്റിറ്റി ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി 5-ൽ നമുക്ക് 3 ടേം വരുന്നുണ്ട്, പവർ സ്ക്വയർ ആണ്. അപ്പോൾ ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? 5th ഐഡൻറ്റിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 2x + 1 ദി ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ 2 ടേമേ വരുന്നുള്ളൂ, പിന്നെ പവർ ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന 2 ഐഡൻറ്റിറ്റി ഉണ്ട്, എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബും എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബും. അപ്പോൾ ഇവിടെ നടുക്ക് വരുന്ന സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് ഏതായിരിക്കും? 6th ഐഡൻറ്റിറ്റി, എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, x - 2/3y ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ 2 ടേമേ വരുന്നുള്ളൂ, പവർ വരുന്നത് ക്യൂബ് ആണ്, ഇടയിൽ വരുന്ന സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? 7th ഐഡൻറ്റിറ്റി. എക്സ്പാൻഡ് -2x + 3y + 2z ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടേം ആണ് വരുന്നത്, പവർ വരുന്നത് സ്ക്വയർ ആണ്. അപ്പോൾ ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? 5th ഐഡൻറ്റിറ്റി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഐഡൻറ്റിറ്റി എഴുതി വെക്കണം. അടുത്തത് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ എക്സിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് -2x ആണ്. ഐഡൻറ്റിറ്റിയിൽ വൈക്ക് വരും, ക്വസ്റ്റ്യനിൽ 3y ആണ്. ഐഡൻറ്റിറ്റിയിലെ സെഡിൻ്റെ ഇവിടെ 2z ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ -2x ദി ഹോൾ സ്ക്വയർ. ഈ -2-നും എക്സിനും കൂടെ വേണം നമ്മൾ ആ സ്ക്വയർ ഇട്ട് കൊടുക്കാൻ. y സ്ക്വയർ എന്ന് പറയുമ്പോൾ 3y ദി ഹോൾ സ്ക്വയർ. z സ്ക്വയർ എന്ന് പറയുമ്പോൾ 2z ദി ഹോൾ സ്ക്വയർ. ഇനി 2xy എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ അവിടെ എന്ത് ഇട്ട് കൊടുക്കണം? -2x ഇൻറ്റു y 3y പ്ലസ് ഇനി 2yz അല്ലേ. അപ്പോൾ 2y എന്ന് പറയുന്നത് 3y, z എന്ന് പറയുന്നത് 2z പ്ലസ് 2xz. അപ്പം എക്സിൻ്റെ അവിടെ -2x ഇൻറ്റു സെഡിൻ്റെ അവിടെ 2z. ഈ -2x ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ -2ൻ്റെ സ്ക്വയർ എടുക്കണം, എക്സിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ -2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4x² പ്ലസ് 3y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9y² പ്ലസ് 2z ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4z². ഇനി അടുത്തത് നോക്കാം, 2 ഇൻറ്റു -2x ഇൻറ്റു 3y. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് കോൺസ്റ്റൻ്റ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു -2
-4 ഇൻറ്റു 3 -12. വേരിയബിൾ വരുന്നത് ഏതൊക്കെയാണ് എക്സും വൈയും. അപ്പോൾ x5. അടുത്തത് 2 ഇൻറ്റു 3y ഇൻറ്റു 2z. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 2 3 6 ഇൻറ്റു 2 12. 12 വേരിയബിൾസ് വരുന്നത് വൈയും z. ഇനി അടുത്തത് 2 ഇൻറ്റു -2x ഇൻറ്റു 2z. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു -2 -4 ഇൻറ്റു 2 -8. ഇനി വേരിയബിൾസ് വരുന്നത് എക്സും z. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡ് 2x + 1 ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്? 2 ടേമാണ് ഉള്ളത്. പിന്നെ അതുപോലെ വരുന്നത് പവർ ക്യൂബാണ്. അപ്പോൾ 2 ടേമുള്ള ക്യൂബുള്ള എത്ര ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്? 2 ഐഡൻറ്റിറ്റി, x + y ഹോൾ ക്യൂബും x - y ഹോൾ ക്യൂബും. അപ്പോൾ ഇവിടെ നടുക്ക് വരുന്നത് പോസിറ്റീവ് സൈൻ ആണ്. അതുകൊണ്ട് ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? x + y ഹോൾ ക്യൂബ്. അപ്പോൾ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എഴുതി വയ്ക്കാം. ഇനി 2x + 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ വരുന്നത് 2x ആണ്. ഐഡൻറ്റിറ്റിയിലെ വൈയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 1 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 2x ദി ഹോൾ ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2x, വൈ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2x + 1. ഇനി 2x ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 8x ക്യൂബ്. രണ്ടിനെയും ക്യൂബ് എടുക്കണം. ഇനി 1 ക്യൂബ് 1 തന്നെ പ്ലസ് 3 ഇൻറ്റു 2x ഇൻറ്റു 1 6x ഇൻറ്റു ഇനി 2x + 1 അതേപോലെ തന്നെ എഴുതാം ഈക്വൽ ടു 8x ക്യൂബ് പ്ലസ് 1 പ്ലസ് ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 6x ഇൻറ്റു 2x ചെയ്യണം. അതുപോലെ 6x ഇൻറ്റു 1 ചെയ്യണം. 6x ഇൻറ്റു 2x എന്താണ്? 12x² പ്ലസ് 6x ഇൻറ്റു 1 6x തന്നെ. ഇനി ഇവരെ നമുക്കൊന്ന് ഓർഡറിൽ എഴുതാം, ഡിസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ 8x ക്യൂബ് പ്ലസ് 12x² പ്ലസ് 6x പ്ലസ് 1. എക്സിൻ്റെ പവറിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് കേട്ടോ എഴുതുന്നത്. അടുത്തത് ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡഡ് ഫോം നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 6 ടേം ആണുള്ളത്. പിന്നെ എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കുക. എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഉണ്ട്. പിന്നെ ഇവിടെ പവർ വരുന്നത് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും? 5th ഐഡൻറ്റിറ്റി. ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എഴുതി വയ്ക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനും ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഡഡ് ഫോമും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ x² 4x², y² 9y², z² 16z². അതായത് x²നും y²നും z²നും എല്ലാം കോഎഫിഷ്യൻറ്റ് വരുന്നുണ്ട്. അതായത് എക്സിനും വൈക്കും സെഡിനും എല്ലാം കോഎഫിഷ്യൻറ്റ് ഉണ്ടാവും. അപ്പോൾ 4x² നമുക്ക് എങ്ങനെ എഴുതാം? 2x ദി ഹോൾ സ്ക്വയർ പ്ലസ് 9y² 3y ദി ഹോൾ സ്ക്വയർ പ്ലസ് 16z² 4z ദി ഹോൾ സ്ക്വയർ. ഇനി ബാക്കി ടേമുകളെ നോക്കുക. 2xy 2yz 2xz. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 12xy -24yz -16xz എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ലാസ്റ്റ് 2 ടേമിൻ്റെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ എക്സ് വൈ സെഡ് ഇതിലേതോ ഒരു ടേം നെഗറ്റീവാണ്. അതേതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് ഈ വൈ സെഡിലും ഈ എക്സ് സെഡിലും രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വേരിയബിൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ 2 ടേമിലും കോമൺ ആയിട്ട് വരുന്ന വേരിയബിൾ സെഡ് ആണ്. അപ്പോൾ സെഡിനാണ് നെഗറ്റീവ് സൈൻ ഉള്ളത്. അപ്പോൾ -4z എന്നാണ് എഴുതേണ്ടത്. പ്ലസ് ഈ 2xy. അപ്പോൾ 2 ഇൻറ്റു എക്സ് നമ്മൾ അറിയാം 2x ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 3y പ്ലസ് 2yz. അപ്പോൾ വൈക്ക് 3y എഴുതാം, സെഡിന് -4z പ്ലസ് ഇനി 2xz. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2x, സെഡ് എന്ന് പറയുന്നത് -4z ഈക്വൽ ടു. ഇനി എങ്ങനെ എഴുതണം? ഈ ഫാക്ടർ ഫോം x + y + z ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കറിയാം x എന്ന് പറയുന്നത് 2x, y എന്ന് പറയുന്നത് 3y, z എന്ന് പറയുന്നത് -4z ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം. 2x + 3y -4z ഇൻറ്റു 2x + 3y -4z. അടുത്തതും ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട്. എക്സ്പാൻഡഡ് ഫോമിൽ 4 ടേമാണ് ഉള്ളത്. എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2 വേരിയബിൾ ആണുള്ളത്, എയും ബിയും. പിന്നെ ഇവിടെ പവർ വരുന്നത് ക്യൂബാണ്. എല്ലാ ടേമും പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഐഡൻറ്റിറ്റി ഏതാണുള്ളത്? x + y ദ ഹോൾ ക്യൂബ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനും ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷനും കൂടെ കമ്പയർ ചെയ്യാം. അപ്പോൾ 8a³ x³ = 8a³, y³ = b³.
പിന്നെ ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സ് ക്യൂബ് ഇസിക്കൽ ടു 8a ക്യൂബ്. അപ്പോൾ എക്സ് എന്തായിരിക്കും 2a. ഇനി വൈ ക്യൂബ് ഇസിക്കൽ ടു ബി ക്യൂബ്, അതായത് വൈ ഇസിക്കൽ ടു ബി തന്നെ. പിന്നെ നമുക്കതിനെ കൺവേർട്ട് ചെയ്തെഴുതാം. അപ്പോൾ 2a ദി ഹോൾ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. നമുക്ക് ശരിക്കും എക്സും വൈയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മതി. ബാക്കി ഈ ഫോമിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ 3x² y എന്ന് പറയുമ്പോൾ എന്താണ് 3 × x². എക്സ് എന്ന് പറഞ്ഞാൽ 2a ദി ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ബി തന്നെ. ഇനി 3xy². അപ്പോൾ 3 × x എന്ന് പറയുന്നത് 2a, y എന്ന് പറയുന്നത് b² ഈക്വൽ ടു, ഇനി ഫാക്ടർ എന്താണ് എക്സ് പ്ലസ് വൈ ദി ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ അത് അതുപോലെ എഴുതാം 2a പ്ലസ് ബി ദി ഹോൾ ക്യൂബ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ 3 പ്രാവശ്യം ഇങ്ങനെ എഴുതി വയ്ക്കാം. 2a പ്ലസ് ബി ഇൻറ്റു 2a പ്ലസ് ബി ഇൻറ്റു 2a പ്ലസ് ബി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.